എല്ലാവർക്കും ഒരു ഹായ് പോയി ഇന്ന് കാണാൻ പോകുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ എപ്പിസോഡ് 2 ഒക്കെ പോയി. എപ്പിസോഡിന്റെ അത് തന്നെ നമ്മുടെ ഹീറോയെ വാങ്ഷേന് ഒരു ക്യൂബ് കിട്ടുകയുണ്ടായി. അതിലൂടെ അവന്റെ പവേഴ്സും ഇപ്പോൾ ടെലിപ്പോർട്ട് ചെയ്ത് വന്നത് ആകട്ടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ജസ്റ്റ് താഴെ വീണില്ല. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. എന്നാൽ അവന്റെ ഇപ്പോൾ എനർജി വെച്ച് ഒരുപാട് പ്രാവശ്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ 1 മിനിറ്റ് കഴിഞ്ഞ് പറ്റുകയുള്ളൂ. അവന് മനസ്സിലായി അനാവശ്യമായിട്ട് ഇനി ഉപയോഗിക്കരുത് എന്ന്. എനിക്ക് എക്സാക്ട് ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ചോദിക്കണം. അത് പറ്റും. മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിച്ച് സെൻസ് ചെയ്ത് പോകാൻ കഴിയും. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് മാത്രമല്ല നമ്മുടെ കോർ യൂസ് ചെയ്ത്, അതായത് സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് 15 മിനിറ്റിനുള്ളിലുള്ള കാണാനും കഴിയും, പോകാനും കഴിയും. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ചെയ്യുന്നത് അവൻ്റെ റൂമിൽ അപ്പുറത്തുള്ള ആൾക്കാർ കിടക്കുന്നത് കുളിക്കുന്നത് ഇതൊന്നും അല്ലടേ നീ കാണേണ്ട ഒരു പൂച്ച. അതിന് വരെ മനസ്സിലായി അവനോട് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യും. ആസ് എ ബിഗിനർ നന്നായിട്ട് ചെയ്തു. എന്നാൽ അവൻ്റെ ബോധം പോയിരുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവർ റൂമിൽ നീയാണ് ഇവിടെ എത്തിച്ച്. അത് എന്നാ അവ പുറത്തിരിക്കുന്നത് കൊണ്ട് നീ എങ്ങനെയാ പുറത്തു വന്നാൽ നീയല്ലേ പറഞ്ഞ ഉള്ളിലായിരിക്കുന്നു. ആ ക്യൂബ് അവൻ്റെ ബോഡിയിൽ ഇരിക്കുകയാണെങ്കിൽ എനർജി കൺസ്യൂം ചെയ്യും. അവ ഇപ്പോൾ വീക്കാണ്, ഡെഡായ ആ ക്യൂബ് ഇല്ലാതാകും. ഇപ്പോൾ എനിക്ക് സൂപ്പർ പവർ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതെ അവനൊരു സൂപ്പർ സിസ്റ്റം അല്ലേ, നിന്നെ ആരാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ നോക്കാൻ തുടങ്ങുമ്പോൾ ആ ക്യൂബ് എനിക്കറിയില്ല. സിസ്റ്റത്തിലും അതായത് ആ ഇന്റർനെറ്റിലും അങ്ങനെ ഒരാളില്ല. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഷവിയന്റെ മെസ്സേജ്. നാളെ നമുക്ക് ഒരുമിച്ച് ലഞ്ച് ചെയ്യാം. അവന് ഹാപ്പിയായി. എന്നാൽ ആരെ ഓർത്തിട്ട് ഇനി അവളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല അതിന് ഞാൻ സ്ട്രോങ് അല്ല, ഒന്ന് ഓടിയ തന്നെ വീഴും. എനിക്ക് സ്ട്രോങ് ആകാൻ പറ്റില്ല എന്ന് ചോദിക്കണോ? പറ്റും. അതിന് സ്റ്റോൺസ് വേണം. ഈ ലോകത്ത് റെയറായ ഒരുപാട് ജെംസ് ഉണ്ട്. അതുവഴി പവർ കൂട്ടാം. അതോടൊപ്പം ഫംഗ്ഷനും അപ്ഗ്രേഡ് ചെയ്യാം. റോഡ് സൈഡ് കിടക്കുന്ന കല്ലാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, റെയറായ കല്ലുകളുണ്ട്, അതാണ് വേണ്ടത്. എക്സാമ്പിളായിട്ട് അവിടെ റൂമിലുള്ള എല്ലാം കാണിച്ചു കൊടുത്തു. അവൻ്റെ അമ്മയുടെ റിങ്ങിലെ ഡയമണ്ട്, പിന്നെ വേറെ ഒന്നുണ്ട്. നീ എന്നെ അടി വാങ്ങിച്ചത് ആരോടാ? ഇതെല്ലാം വേണ്ടതാണ്. അതിലൊന്നും എനർജി ഇല്ല. അവൻ്റെ ഗാർഡനിൽ ഒരു റെയർ സ്റ്റോൺ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് ഷവ്വിലോട്ട് നേരെ ഇറങ്ങി. നീ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ? ആഗ്രഹം സാധിക്കാൻ കിങ് ഓഫ് ദ വേൾഡ് ആകാനും. എനിക്കതൊന്നും വേണ്ട, ഷവിയനെ പ്രൊട്ടക്ട് ചെയ്യണം. എന്നാൽ ക്യൂബ് അവൻ വിചാരിക്കുന്ന പോലെ ഈ ലോകം അത്ര സിമ്പിളല്ല. മതി സ്റ്റോൺ എവിടെ എന്ന് പറ. അത് സെൻസ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞ ശരിയാണ്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ അവനെ നോക്കി അത് കണ്ടുപിടിച്ച്. ഇത് സാധാരണ സ്റ്റോൺ അല്ലേ, ഇത് ബേസിക് ജെംസ് ആണ്. ഇത് സ്പേസിലേക്ക് വന്ന് കൊടുക്കാനായിട്ട് പറയണ. അവന് ചെയ്ത് അപ്പോണ്ട് അവിടെ അപ്ഗ്രേഡ് ആകാൻ തുടങ്ങി. അവന് പവേഴ്സ് കയറുന്ന ഫീലും കിട്ടി. ഇത് ലോ ലെവൽ ബേസിക് സ്റ്റോൺ ആണ്. ഇത് കോമ്പാക്ട് പവർ 2 എൻട്രൻസ് 1 കൂട്ടും. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ DNA എൻഹാൻസ് ചെയ്യും, പവർഫുൾ ആകാനും കഴിയും, കിങ് ഓഫ് ദ വേൾഡ് ആകാനും പറ്റും. അത് കഴിഞ്ഞ് പിറ്റേന്നായി ടൈം നോക്കി അയ്യോ താമസിച്ച് എന്ന് പറഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോയി. ഷവിയാകട്ടെ അവനെ വഴക്ക് പറയുന്നു. നീ എന്തിനാ പെട്ടെന്ന് കട്ടാക്കി? എല്ലാവരും നോക്കുന്നുണ്ട്. അത് പിന്നെ ഫൈനാണോ എന്നറിയാൻ വേണ്ടി. അവനെ ഓക്കെയാണ്. അവളോട് പിന്നെ താങ്ക്സ് പറയാണ്. എന്തിന്? നിന്നെ ഇഷ്ടപ്പെട്ടത് എന്ന് അടുത്തുള്ള ഫ്രണ്ട് അങ്ങനെ കളിയാക്കി ചിരിക്കണം. അപ്പോഴാണ് നോർത്ത് കഴിഞ്ഞിലുള്ളവൻ വരുന്നത്. ഇത് അവനെ തേടിയാണ് വരുന്നത്. അവന് മനസ്സിലായി. അവളോട് പോയി ഇരിക്കാനായിട്ട് പറയാണ്. നിങ്ങൾ ആരെയാണ്? എന്തിനാ എന്നെ ചവിട്ടുന്നത് എന്നൊക്കെ പറയാണ്. അവനെ വരട്ടി പിന്നെ പറഞ്ഞിട്ട് വാങ്ങിച്ച് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കുവാണ്. എന്നെ എന്തിനാണ് നോക്കുന്നത് എന്ന് അവനായിട്ട് ഒളിച്ചിരിക്കുകയാണ്. സഞ്ജുവിനെ കണ്ടിട്ട് ഷവിയെ ടെൻഷനായി. അവന് പിന്നെ അവൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് അവനെ അടിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായി അവരുടെ ആവറേജ് കോമ്പാക്റ്റ് 5 ആണ്. അതായത് ഇവന്മാരുടെ 5 അവന് എത്രത്തോളം വേസ്റ്റാണ്. അവളാണ് പറയുന്നത്. അല്ല മാസ്റ്ററിൻ്റേത് 22 ആണ്. ഷവി അവനോട് നിർത്ത് പ്ലീസ്, നമ്മുടെ കാര്യത്തിൽ ഇടപെടരുത്. അത് കേട്ട് അവിടെ ഉള്ളവർ ചർച്ച. ഇങ്ങ് ലീഡറാണല്ലോ, അവളോട് നീ തെറ്റിദ്ധരിച്ചതാണ്. അവൻ വേറൊരു മണ്ടൻ ഗേൾസിനെ ഷീൽഡാക്കി വെച്ച് നടക്കുന്നു എന്ന് അവളെ വിട്ടുകൊടുക്കുന്നില്ല. വാങ്ഷ്യ വന്നിട്ട് ഷവിയ മതി, ഇനി നോക്കാം. അവനോട് ഇതേ ഇവിടെ നിർത്തിക്കോ. എന്നിട്ട് അവന്റെ കോളറിന് പിടിച്ചിട്ട് നീ എന്താ കരുതിയേ ഞാൻ ഫോൾ ആണെന്നോ? ഹീറോ ഒക്കെ നോക്കുവാണോ? ഇനി നീ ചാവണോ എന്ന് തട്ടിമാറ്റി തിരിച്ച് കൈ പിടിക്കുന്നു. അവന്റെ പവർ ഒന്ന് കാണിക്കാണ്. ഇവൻ എത്രയും അധികം സ്ട്രോങ് ആയത് എന്താ എന്ന അതിശയത്തിലാണ് അവനും. നീ ഇവിടെ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തി. നമ്മുടെ മണ്ടേ കയറാൻ വന്ന നീ ആരെന്ന് എന്നൊന്നും ഞാൻ നോക്കില്ല. അങ്ങോട്ട് ടീച്ചർ വന്ന് എന്താടാ കാണിക്കുന്നത്? ഇത് ക്ലാസ് റൂമാ അതാ ഗുണ്ട പ്ലേസാ? അവനോട് വൈകിട്ട് 5 മണിക്ക് നോർത്ത് ഗാങ്ങിലെ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് നീ വാ, അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം, അതോടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോകണ. അവനെന്താ പറഞ്ഞേ? അതിന് ഇനിയും ഇടപെടില്ല എന്ന്. അതിനുശേഷം സഞ്ജുൻ അവന് സ്ട്രോങ് ആയത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എല്ലാവരും വന്നിട്ടുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് അവന് പോകുന്നു. അതിനുശേഷം വാങ്സി വരികയാണ്. ആ ബേള് താടാ, ഞാൻ വന്നത് സഞ്ജുൻ ഇവിടെയെന്ന്. അത് കേട്ട് ചിരിക്കണം. നമ്മുടെ ബോസിന്റെ പേര് വിളിക്കുന്നു. അല്ല ഇതാര്? വാങ്സിയോ? വെള്ളത്തിലേക്ക് ചാടി ഓടി പോകാൻ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ മതിയടാ, നമ്മുടെ ഗസ്റ്റാണ്, അല്ലെങ്കിൽ നോർത്ത് ഗാങ് ഡീസൻ്റ് ആയിട്ടെന്ന് കരുതും. ആ ഡോർ അടക്കി ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നീ എസ്കേപ്പ് ആയി, ഇന്നത് നടക്കില്ല
ക്യൂബ് അവനോട് 13 വീറ്റുണ്ട്, ജയിക്കാൻ എത്ര ചാൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 20%. അത് കേട്ട് ഞെട്ടിപ്പോയി. നീ അതിനു മുൻപേ പേടിച്ചോ? എല്ലാവരും വാടാ അവനെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കുക. അവൻ്റെ മുൻപ് വന്നിട്ട് റെസ്പോൺസിബിളായ ഞാൻ ഒരുത്തൻ നിനക്കൊരു ഓഫർ തന്നില്ലെന്ന് വേണ്ട, ഷവിയനോട് ഇനി സംസാരിക്കരുത്, അതുപോലെ എൻ്റെ കൺമുൻപിൽ നീ അവൻ കാണുകയും ചെയ്യരുത്. ഇതിവിടെ നിർത്താം. എന്നാൽ വാക്സിയാകട്ടെ രാവിലെ നിന്നോട് പറഞ്ഞതുപോലെ ആകില്ല, ഈ വലിയ ആളല്ലേ, നീ വേണ്ട അവനോട് മൈൻഡ് ഗെയിം കളിക്കുന്നു. ഇന്ന് സഞ്ജുൻ അവിടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒരുത്തൻ വരുന്നേ ഈ ട്രാഷിനെ കടിക്കാൻ ഉള്ള യോഗ്യത ഒന്നും നമ്മുടെ ബോസിനില്ല. ക്യോങ് എന്നാണ് അയാളുടെ പേര്. നമ്മുടെ ബെസ്റ്റ് ഫൈറ്ററാണ്, കമോൺ അവനെ അടിച്ച് കൊല്ല് എന്നൊക്കെ പറഞ്ഞ അവന്മാരും ഇവ സ്ട്രോങ് ആണല്ലോ. കോമ്പാക്ട് പവർ എത്ര ചോദിക്കുമ്പോൾ 10, അത്ര ഉള്ളൂ. എങ്കിലും കെയർഫുൾ ആകണം. വാക്സിനെ എന്തൊക്കെ പറഞ്ഞ് വാളെടുത്ത് വരുമ്പോൾ മതിയുടെ മുട്ടയെ നേരെ വന്ന് അടിക്കാനായിട്ട് പറയുകയാണ്. അവനും വന്നിട്ട് അടിക്കാനായിട്ട് വന്നത് അത് മാറി, പിന്നെ അടിയായിട്ട് പോകുകയാണ്. അടിക്കാൻ നോക്കുന്നത് എന്നാൽ അവനെ ദേഹത്ത് അടിക്കാൻ കഴിയുന്നില്ല, എല്ലാം തടയുകയാണ്. ഫ്ലെക്സിബിളായിട്ട് ബോഡി മാറി അങ്ങനെ പോവുകയാണ്. ഈ സമയം ചവിയ സംശയം വന്നിട്ട് അവനെ വിളിക്കാൻ നോക്കുന്നു, എന്നാൽ എടുക്കുന്നില്ല. അവൾക്ക് ടെൻഷനായി. കൊല്ലു എന്നൊക്കെ കിങ്ങിനോട് ആകട്ടെ പറയുകയാണ്. മാസ്റ്റർ ഓൾറെഡി തളർന്നു, പകുതി എനർജിയുള്ളൂ, ഇത് കുറച്ചുകൂടെ ആയാൽ നല്ലൊരു അവസരം നോക്കി ഒറ്റ അടി കൊടുത്തു. സൺസിന് അവൻ വീക്കായി എന്ന് മനസ്സിലായി. അടിയുടെ അവനാ വാച്ചടെ വാടാ കുട്ടാ. അങ്ങനെ നോക്കിയ അവസാനം ഒരു കാല് കെട്ടി നീ തീർന്നടാ എന്ന് പറഞ്ഞ ഒറ്റടി എന്നിട്ട് എടുത്ത് എറിയണ്. അതുകൊണ്ട് അവന്മാർ ഞെട്ടിപ്പോയി, എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ബോസ് അവ തോറ്റു, ഇനി എന്ത് ചെയ്യും? സൺജുനുണ്ട് നിന്റെ ബെസ്റ്റ് ഫൈറ്റർ, ഇനി അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി നമുക്ക് നോക്കിയാലോ. അത് ചിരിച്ചിട്ട് നിന്നെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, നീ നമ്മുടെ നോർത്ത് ഗാങ് മുഴുവൻ ഇറങ്ങും. അത് കേട്ട് അവർ മുഴുവനും വരുമെന്നുണ്ടോ? ജയിക്കാൻ ചാൻസ് എത്ര? 30%. എല്ലാവരും റെഡിയായി. വാങ്ഷോ ഇതെങ്ങനെ നേരിടും എന്നെനിക്കൊന്ന് കാണണം. അവന് വേറെ വഴിയില്ല, ഫൈറ്റിന് തന്നെ നിൽക്കുകയാണ്. ഈ എപ്പിസോഡ് അവസാനിക്കണം. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.